ഈ കൂട്ടത്തിലൊരു കൊമ്പൻ. കൊമ്പനാണോ പിടിയാണോ എന്നൊക്കെ നമുക്ക് വോട്ടെടുക്കാൻ കഴിയുമ്പോൾ തീരുമാനിക്കാം. എന്തായാലും നമുക്ക് വിളിക്കാം. ഇത്രയും നേരം ഉറങ്ങി ഉഷാറല്ലേ? ഇത് കുറെ സാധനം ഉണ്ടല്ലോ, എന്താ പിന്നെ ഇതെല്ലാം കണക്കുകൂട്ടലുകളാണ്. ഒരു രാത്രിയിൽ മൊത്തം ഇരുന്ന് കണക്ക് കൂട്ടി ഞാനൊരു കാര്യം കണ്ടെത്തി. 1738 മേലെ കയറിയോ? അല്ല, ഞാൻ എല്ലാം കണ്ടെത്തി. 1738 CPM ജയിക്കുന്നതാണ്. പക്ഷെ അല്ല, എഴുതിത്തള്ളാൻ വരണ്ട. 100 പൂക്കളെ എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, ഇന്ന് നിലമ്പൂരിൽ നിങ്ങളെ കേൾക്കും. കുഞ്ഞാലിയുടെ ചോര വീണ് ചോന്ന ആ മണ്ണിൽ നിന്നൊരു പൂമരം ഇങ്ങനെ ഉയർന്നു വരും. ആ പൂമരത്തിന്റെ പേര് സ്വരാജ് എന്നാണ് എന്ന് പറയുന്നുണ്ട് ഇടതുപക്ഷത്തിലെ ആളുകൾ. നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയാണോ? ഈ ബുക്കിന്റെ പകുതി പേജ് കാണാനില്ല. പ്രശ്നം ഇങ്ങോട്ട് വരുമ്പോഴേക്ക് PV അൻവറിന്റെ 45,000 എവിടുന്ന് കുറയ്ക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആ പേജ് കീറി കളയും, അടുത്ത പേജിൽ എഴുതി തുടങ്ങും. പക്ഷെ PV അൻവർ ഡോക്ടർ അരുൺ പറഞ്ഞതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. അപ്പോഴാണ് ആ പറഞ്ഞ പേജെല്ലാം കീറി കളഞ്ഞു. നമ്മളും കൂടെ എടുത്ത് പറഞ്ഞാലോ എന്ന് ബുക്കിന്റെ പകുതിയില്ല. ഞാനത് പ്രേക്ഷകരെ ഇത് കാണിച്ചാലോ? പകുതിയില്ല കണക്ക്. അല്ല, ഞങ്ങൾ ഇവിടെ വന്ന ഉടനെ ഒരു പ്രവചനമൊക്കെ നടത്തി. അപ്പൊ അങ്ങയുടെ പ്രവചനം എന്താണ്? പ്രവചനം വളരെ ക്ലിയർ ആണ്. PV അൻവർ 15,000 വോട്ടിന് മുകളിൽ പിടിക്കുകയാണെങ്കിൽ സ്വരാജ് തന്നെയാണ് അവിടെ വിജയിക്കുക. 15,000 ഞാൻ അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇന്നലെ PV അൻവർ പറഞ്ഞതനുസരിച്ച് PV അൻവറിനെ സംബന്ധിച്ച് അവിടെ LDF ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്ന ഒന്ന് UDFന്റെ വോട്ടുകൾ പോലും, അതായത് ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ സ്വരാജിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് നിർണായകമാണ്. അല്ല, PV അൻവർ 15,000 മുകളിൽ പിടിക്കുമോ? അതാണല്ലോ അറിയേണ്ടത്. അത് വളരെ സംശയമുള്ള ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നത് പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അത്രത്തോളം ഉണ്ട്. അവസാന നിമിഷത്തെ ക്യാമ്പയിൻ ഉണ്ട്. 24,000 വോട്ടുകൾ വരെ കിട്ടിയേക്കാം PV അൻവറിന് എന്നുള്ളതാണ്. 15,000 അതാണ് LDFന്റെ പ്രതീക്ഷ. UDFനെ സംബന്ധിച്ച് അങ്ങനെയല്ല, കൃത്യമായിട്ട് പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ CPM കേഡർ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുന്നത് പോലെ ലീഗിന്റെ വോട്ടുകൾ കൃത്യമായി തന്നെ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഏറ്റവും നിർണായകമാകുന്നത് വഴിക്കടവ്, പോത്തുകല്ല്, കരുളായി, അമരമ്പലം, പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി. ഈ പഞ്ചായത്തുകളിൽ നിന്നുള്ള റിസൾട്ടാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ CPM പറഞ്ഞ അൻവറിന് കിട്ടുന്ന 384 വോട്ടാണ്. കാര്യം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ താഴെ എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമം നടത്തി. മാത്രമല്ല BJPക്ക് താഴെ PV അൻവറിനെ എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. വോട്ട് പിടിച്ചത് അത് ആന്റി പിണറായി വോട്ടാണല്ലോ. അത് പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണല്ലോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വായന. അപ്പം PV അൻവറിന്റെ വോട്ട് കുറച്ചു വരിക എന്നുള്ളത് പിണറായിസത്തിനെതിരെയുള്ള വികാരമില്ല എന്ന് സ്ഥാപിക്കലാണ്. അതിനുവേണ്ടിയാണ് മനഃപൂർവ്വം വോട്ട്. എന്തായാലും അതിന് 3 മണിക്കൂർ കൂടെ സമയമുള്ളൂ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്കറിയാം. ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ 3 റൗണ്ട് പോരെ, 7 റൗണ്ട്. മൂത്തേടം പക്ഷേ നോക്കണ്ട, ആദ്യം വീഴുന്ന വഴിക്കടവാണല്ലോ. UDF കംഫർട്ടബിളി ലീഡ്. ഒരു 7,000-8,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആ സമയത്തേക്ക് എത്തിയാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. 7,000-8,000 വോട്ടിന്റെ UDF അത്രയും പറയുന്നില്ലേന്നേ. ഇല്ല, UDF 4,000 വോട്ടിന്റെ ലീഡ് വഴിക്കടവ് കിട്ടുമെന്ന് പറഞ്ഞത് 1,200-ലേക്ക് എത്തി. 10,000 പ്ലസ് ആണ് പറയുന്നത്. അല്ല, മൊത്തം ഭൂരിപക്ഷം അല്ലേ? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് വഴിക്കടവിൽ 1,200. പക്ഷെ 1,200 കൊണ്ട് മാത്രം എങ്ങനെ ജയിക്കാൻ പറ്റില്ല? എല്ലാ പഞ്ചായത്തിലും അവർ ലീഡ് പറയുകയാണെന്ന്. ആയിക്കോട്ടെ, പക്ഷെ എല്ലാ പഞ്ചായത്തിലും പറയുമ്പോൾ വഴിക്കടവാണല്ലോ. 2 പഞ്ചായത്തുകളുടെ വലിപ്പമുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ അവർക്ക് ചുരുങ്ങിയത് 2,000-ലധികം ലീഡ് നേടാൻ സാധിക്കണം. ആദ്യം 4,000 വരെ പോയി, പിന്നീട് മൂത്തേടത്ത് വന്നപ്പോൾ 3,000 വന്നു, 2 കൂടി വന്നപ്പോൾ 7,000 വോട്ട്. എനിക്കൊരു സംശയമുള്ളത്, ഇത് ആദ്യം നമുക്കൊരു 13,000 വോട്ട് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പല ഞാൻ ഇന്നലെ ഒരു ഏകദേശം 10ഓളം കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു. ഈ 10ഓളം കോൺഗ്രസ് നേതാക്കാരും 10 അഭിപ്രായം പറയുന്നത്. ഒരാൾ പോലും ഒരു 2 അഭിപ്രായങ്ങളൊന്നും യോജിച്ച് നോക്കാൻ നോക്കി നടക്കുന്നില്ല. ഒരാൾ 5,000 പറയുന്നു, ഒരാൾ 7,000 പറയുന്നു, 10-ന് മുകളിൽ പോകുമെന്നുള്ളതാണ്. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നു, ഫീൽഡിൽ നിന്ന് നേരിട്ട് ഭരണവിരുദ്ധ വികാരം എന്ന നിലയിലുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ സർക്കാരിനെതിരെ, ഇപ്പൊ പെൻഷന്റെ വിഷയത്തിലോ ഈ ലൈഫ് മിഷന്റെ വിഷയത്തിലോ വൈദ്യുതിയുടെ വിഷയത്തിലോ അത് നമുക്ക് മാത്രമേ ഈ UDF പറയുന്നതല്ലാതെ ഭരണവിരുദ്ധ വികാരം UDF പ്രവർത്തകർ മാത്രം UDF പ്രവർത്തകർ പറയുന്നതല്ലാതെ മറ്റൊരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. CPM-നെ സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു ഫാക്ടർ
ഡോക്ടറെ പറയുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന മട്ടിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുക? UDF പ്രവർത്തകരല്ലാതെ മറ്റാരും ഭരണവിരുദ്ധ വികാരം പറയാത്തിടത്തോളം കാലം സ്വാഭാവികമായും അതുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഏക വഴി ഇവിടെയാണ്. അത് തീർച്ചയായിട്ടും പറയുന്നില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇന്നലെ PV Anwar പറഞ്ഞത് ആത്മവിശ്വാസക്കുറവ്, 10,000 വോട്ട് UDF-ൽ നിന്ന് സ്വരാജിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമല്ല, അവിടെ മറ്റു ഫാക്ടറുകളാണ് എന്ന് പറഞ്ഞാൽ നോക്കൂ. എന്റെ വാദം ഇതാണ്, ആ മണ്ഡലത്തിൽ അലയടിച്ചിരിക്കുന്നത് ഷൗക്കത്ത് വിരുദ്ധ വികാരമാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? PV Anwar പറഞ്ഞിരിക്കുന്നത്. പിണറായി സത്തിനെതിരെ യുദ്ധം ചെയ്ത് രംഗത്ത് വന്ന PV Anwar തന്നെ പറയുന്നത് ആ മണ്ഡലത്തിൽ നിർണായകമാകാൻ പോകുന്നത് ഷൗക്കത്ത് വിരുദ്ധ വികാരം കൂടിയാണ്.